വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എറ്റേണൽ എന്ന ഡ്രാമയുടെ 20ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സോൾ സപ്രസിംഗ് ഓർബ് ടാനിൻ്റെ ശരീരത്തിനുള്ളിൽ കയറിയതും അവളുടെ കയ്യിലെ കെട്ടൊക്കെ തനിയഴിഞ്ഞ് ആരോ എടുത്ത് ഉയർത്തിയതുപോലെ അവൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നിരുന്നു. അവൾക്ക് ചുറ്റും ഒരു പ്രകാശം പരക്കുന്നുമുണ്ട്. ഷെങ്ങും ഈഹുവായും ഒരുപോലെ അമ്പരന്ന് നോക്കി നിൽക്കുകയാണ്. ടാൻ തിരികെ താഴെ ഇറങ്ങിയപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് വന്ന എനർജിയുടെ ശക്തിയിൽ ഈഹുവായി പുറകിലേക്ക് ആഞ്ഞു വീഴാൻ തുടങ്ങുന്നുണ്ട്. ടാൻ സന്തോഷത്തോടെ ഓടിച്ചെന്ന് ഷെങ്ങിനെ കെട്ടിപ്പിടിക്കുന്നു. ദുഷ്ടശക്തികളുടെ അനുയായികളുമായുള്ള യുദ്ധത്തിലായിരുന്നു ലിയൂഷി. അപ്പോഴും തങ്ങൾക്ക് തനിച്ച് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ മാസ്റ്ററെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചെങ്കിലും അത് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അദ്ദേഹം തൻ്റെ ദിവ്യശക്തി അവർക്ക് മുകളിൽ പ്രയോഗിക്കുന്നു. ഈഹുവായുടെ ശരീരത്തിൽ നിന്നുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നുവെന്ന് തോന്നിയപ്പോൾ ദുഷ്ടശക്തികളുടെ മാസ്റ്റർ വീണ്ടും അവനിലേക്ക് കൂടുതൽ ശക്തി കടത്തിവിടുന്നു. അവൻ്റെ അലർച്ച കേട്ട് അപകടമെടുത്ത ഷെങ് ടാനറയും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഈഹുവായി പറന്ന് അവർക്ക് നേരെ ചെല്ലുന്നു. തിരിഞ്ഞു നോക്കിയ ഷെങ് അവൻ്റെ വരവ് കണ്ട് ടാനെ തള്ളി ദൂരത്തേക്ക് എറിയുന്നതിനാൽ അവൻ്റെ ദേഹത്താണ് ഈഹുവായുടെ പ്രഹരമേറ്റത്. ഷെങ് തെറിച്ച് ദൂരേക്ക് വീഴുന്നുണ്ട്. ഈഹുവായി വീണ്ടും അവന് നേർക്ക് ദുഷ്ടശക്തി പ്രയോഗിക്കാൻ തുടങ്ങുന്ന കണ്ട് ടാൻ ഷെങ്ങിൻ്റെ മുന്നിൽ കയറി നിൽക്കുന്നു. അവളെ കണ്ടപ്പോൾ ഈഹുവായി കുറച്ച് സ്വബോധം വന്നപോലെ ഇതെൻ്റെ ടാനറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ മടിച്ചു നിൽക്കുന്ന കണ്ട് അവളെ കൊന്നില്ലെങ്കിൽ ഞാൻ നിന്നെ നശിപ്പിക്കും എന്ന് മാസ്റ്റർ അവനോടായി അശരീരി പോലെ പറയുന്നുണ്ട്. ഈഹുവായി അത് കേൾക്കുന്നുണ്ടെങ്കിലും ഇനി എന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ട, ഞാൻ എൻ്റെ പെണ്ണിനെ സംരക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ടാനിനെ ഉപദ്രവിക്കാൻ കൂട്ടാക്കാതെ നിയന്ത്രിച്ച് നിൽക്കുകയാണ്. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ലിയൂഷുയി ആ ദുഷ്ടശക്തിയെ പരാജയപ്പെടുത്തുന്നു. ദൂരേക്ക് തെറിച്ചു വീണ് അവരുടെ ബോധം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നു. ടാനിന് അപകടം പറ്റാതിരിക്കാൻ ഈഹുവായി ആ ശക്തി തൻ്റെ നേർക്ക് തന്നെ പ്രയോഗിക്കുന്നു. അതോടെ രക്തം തുപ്പിക്കൊണ്ട് അവൻ നിലത്തേക്ക് വീഴുന്നു. അവൻ്റെ കഴുത്തിന് പുറകിലുണ്ടായിരുന്ന ദുഷ്ടശക്തിയുടെ അടയാളവും മായുന്നുണ്ട്. യുഹാവോയുടെയും ഷുവാൻ്റെയും നേതൃത്വത്തിൽ ഷെങ്ങിൻ്റെ സൈന്യം രാജകൊട്ടാരത്തിനുള്ളിൽ കടന്ന് അവിടെ തടവിലായിരുന്ന രാജാവിനെ മോചിപ്പിക്കുന്നു. ഷെങ്ങിൻ്റെ തന്ത്രപരമായ നീക്കം കൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇവിടെ എത്താൻ കഴിഞ്ഞതെന്ന് ഷുവാൻ അദ്ദേഹത്തെ അറിയിക്കുന്നു. ഈഹുവായിയെ ഞാൻ നേരിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് രാജാവ് സൈന്യത്തോടൊപ്പം അവിടേക്ക് പോകുന്നു. അവിടുത്തെ രംഗം കണ്ട് അദ്ദേഹം വിവരം തിരക്കിയപ്പോൾ ഒരു ദുഷ്ടശക്തി ഈഹുവായിയെ നിയന്ത്രണത്തിലാക്കിയിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പെരുമാറിയത്. ഇപ്പോൾ അദ്ദേഹത്തിന് സ്വബോധം തിരിച്ചു കിട്ടിയതേ ഉള്ളൂ. ടാനറെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം സ്വയം ഏറ്റുവാങ്ങിയതാണ് ഈ ശിക്ഷ എന്ന് ഷെങ് അറിയിക്കുന്നു. സത്യം പറഞ്ഞപ്പോൾ രാജാവിൻ്റെ ദേഷ്യമൊക്കെ മാറി അദ്ദേഹം ഈഹുവായിയുടെ അടുത്തെന്ന് അവനെ താങ്ങി മടിയിലേക്ക് ഇരുത്തുന്നു. ടാനറേയും നിന്നെയും തമ്മിൽ നിർബന്ധിച്ച് ഞാൻ അകറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ? നിന്നോട് ക്രൂരമായി പെരുമാറേണ്ടി വന്നതിന് എന്നോട് ക്ഷമിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഞങ്ങളെ തമ്മിൽ അങ്ങെന്തിനാണ് അകറ്റിയത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈഹുവായി സങ്കടത്തോടെ പറയുന്നു. അത് എൻ്റെ അച്ഛൻ്റെ തീരുമാനമായിരുന്നു. ഷെങ്ങും ടാനറുമായുള്ള വിവാഹം അദ്ദേഹം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നതാണ്. അതിനെനിക്ക് ബഹുമാനിച്ചേ മതിയാവുമായിരുന്നുള്ളൂ. എന്നോട് ക്ഷമിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അച്ഛൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുമെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ ടാനറെ അടുത്തേക്ക് വരാനായി കൈ നീട്ടുന്നു. പോയിക്കോട്ടെ എന്ന അർത്ഥത്തിൽ അവൾ ഷെങ്ങിനെ നോക്കിയപ്പോൾ അവൻ സമ്മതം നൽകുന്നു. അടുത്ത് വന്നിരുന്ന ടാൻ്റെ കയ്യിൽ പിടിച്ചിട്ട് നിന്നോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, നമ്മുടെ പ്രണയം ഞാൻ കണ്ടില്ലെന്നടിച്ചു, നീ എന്നോട് ക്ഷമിക്കണമെന്ന് ഈഹുവായി പറയുന്നു. അദ്ദേഹം ഇപ്പോൾ തന്നെ ഒരുപാട് വേദനയിലാണ്. ടാനറെ അദ്ദേഹം തന്നെ കൊന്നു കഴിഞ്ഞുവെന്ന സത്യം ഞാൻ പറയാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ക്ഷമിക്കുമെന്ന മട്ടിൽ തലകുലുക്കുന്നു. ഈഹുവായി മനസമാധാനത്തോടെ കണ്ണുകൾ അടയ്ക്കുന്നുണ്ട്. മകനെ നഷ്ടപ്പെട്ടതിൽ രാജാവ് സങ്കടത്തോടെ പൊട്ടിക്കറിയുന്നു. ഷെങ്ങും ഷുവാനുമെല്ലാം ദുഃഖത്തിൽ തന്നെയാണ്. ഈഹുവായുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന രാജാവിനെ ആശ്വസിപ്പിക്കാൻ ഷെങ് അദ്ദേഹത്തിനടുത്തെത്തിയപ്പോൾ ഈഹുവായി ഓരോ തവണ തെറ്റുകൾ ചെയ്തപ്പോഴും അതിനെക്കുറിച്ച് രാജാവിനെ എഴുതി അറിയിച്ചിരുന്നു. രാജാവ് ആ കത്തുകൾ ഷെങ്ങിനെ കാണിക്കുന്നു. ഷെങ് അതിൽ നിന്നൊരെണ്ണം വായിച്ചു നോക്കിയിട്ട് ചേട്ടൻ ഇത്രയ്ക്ക് പാവമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഓരോ തെറ്റും അങ്ങയോട് പറഞ്ഞിരുന്നത് ഇനിയും തെറ്റുകൾ ചെയ്യാതെ തടയാൻ വേണ്ടി ആയിരുന്നിരിക്കും. അദ്ദേഹം സ്നേഹിച്ചിരുന്നവളെ നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഷെങ് പറയുന്നു. നിങ്ങളുടെ വിവാഹം അച്ഛൻ്റെ തീരുമാനമല്ലേ, ഞാനതിനെ എങ്ങനെ എതിർക്കാനാണ്? അത് അവൻ്റെ മരണത്തിൽ വരെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് രാജാവ് വേദനയോടെ പറയുന്നു. കഴിവും സാമർഥ്യവും മിടുക്കുമെല്ലാം ഉണ്ടായിരുന്ന നീ തന്നെയാണ് സിംഹാസനത്തിന് ഏറ്റവും യോഗ്യൻ എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷേ നിൻ്റെ ആയുസിനെക്കുറിച്ചുള്ള പ്രവചനം അറിഞ്ഞതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് നിന്നെ രാജാവാക്കുക? ഈഹുവായിയെ കാണാൻ ശരിക്കും നിൻ്റെ മുത്തശ്ശനെ പോലെ തന്നെ ആയിരുന്നതുകൊണ്ട് അവൻ്റെ രാജ്യം നൽകണമെന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അവനോട് പ്രത്യേകം വാത്സല്യവും കാണിച്ചിരുന്നു. നീ അതിനും എന്നോട് ക്ഷമിക്കണമെന്ന് അദ്ദേഹം ഷെങ്ങിനോട് പറയുന്നു. ഇനി എന്താണ് നിൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ ഇനി എനിക്ക് ബാക്കിയുള്ള 2 വർഷം സ്വസ്ഥമായി കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ രാഷ്ട്രീയത്തിലോ ഒന്നും ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഷെങ് പറയുന്നു. നീ സന്തോഷമായിരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് സമ്മതിക്കുന്നു. ഈഹുവായുടെ മനസ്സിൽ തന്നോട് വെറുപ്പൊന്നുമില്ലായിരുന്നുവെന്നും ടാനറിനെ നഷ്ടപ്പെട്ടത് കാരണമാണ് അദ്ദേഹം ക്രൂരമായി പെരുമാറിയതെന്നും ഒക്കെയുള്ള തിരിച്ചറിവ് ഷെങ്ങിനെ വീണ്ടും വേദനിപ്പിക്കുന്നുണ്ട്. അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തനിച്ച് നിൽക്കുമ്പോഴാണ് ടാൻ അവൻ്റെ അടുത്തേക്ക് വന്നത്. ടാനറുടെ മരണം അവളെ ശരിക്കും തളർത്തിയിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് ടാനറുടെ ശരീരത്തിനുള്ളിൽ കയറി. അവളുടെ സമയം കവർന്നെടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ടാനർ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ എന്ന് പറഞ്ഞ് ടാൻ കരഞ്ഞപ്പോൾ നീ വന്നില്ലായിരുന്നെങ്കിലും എനിക്ക് അവളെ വിവാഹം കഴിക്കേണ്ടി വന്നേനെ. അപ്പോൾ ഞാനും അവളും ചേട്ടനും എല്ലാം തീരാത്ത വേദനയിൽ തന്നെ ആയിരുന്നേനെ. അതുകൊണ്ട് നിന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ഷെങ് അവളെ സമാധാനിപ്പിക്കുന്നു. ഒരു മകൻ മരിച്ചതും അടുത്ത് തന്നെ മറ്റൊരു മകൻ മരണപ്പെടുമെന്നുള്ള പ്രവചനമുണ്ടാക്കിയ ഭയവും എല്ലാം കൂടി രാജാവ് ആകെ ഒരു മാനസിക വിഭ്രാന്തിയുടെ അവസ്ഥയിലെത്തി എന്ന് തന്നെ പറയാം. ടാനറുടെ അച്ഛനെ ദൂരദേശത്തേക്ക് നാട് കടത്താൻ ഉത്തരവായിരിക്കുന്നു. ഷെങ്ങും ടാനും രാജാവിനോടും രാജമാതാവിനോടും ഒക്കെ യാത്ര പറഞ്ഞ് ബാക്കിയുള്ള 2 വർഷം തങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആരുടെയും ശല്യമില്ലാതെ കഴിയാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കുറേ കാലം കടന്നുപോയിരിക്കുകയാണ്.
പിന്നീട് നമ്മൾ കാണുന്നത് ടാൻ പ്രസവവേദന കൊണ്ട് നിലവിളിക്കുന്നതാണ്. തൊട്ടടുത്ത് തന്നെ സഹായത്തിന് ജിങ്ഷനും വേറെ കുറച്ച് ജോലിക്കാരുമുണ്ട്. ഷെങ്ങും ഷുവാനും മുറിക്ക് പുറത്ത് തന്നെയുണ്ട്. വേദന കൊണ്ട് നിലവിളിക്കുന്നതിനിടയിൽ ടാൻ ഷെങ്ങിനെ തെറി വിളിക്കുന്നുണ്ട്. ഇനി മേലിൽ ഞാൻ പ്രസവിക്കില്ല, അടുത്ത ജന്മത്തിൽ നീ തന്നെ പ്രസവിച്ചാൽ മതി എന്നൊക്കെ അവൾ വിളിച്ചു പറയുന്നുണ്ട്. നേരെ വേറെ കഴിച്ചിട്ട് പ്രസവം നടക്കുന്നില്ല. ഷെങ് എന്ത് ചെയ്യണമെന്നറിയാതെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇടയ്ക്ക് നിലവിളിച്ചുകൊണ്ടിരുന്ന ടാനിൻ്റെ ബോധം പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. പ്രസവം എടുത്തുകൊണ്ടിരുന്നവർ പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് ബ്ലീഡിങ് വളരെ കൂടുതലാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അറിയിക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഷെങ് വിഷമിച്ച് നിൽക്കുമ്പോൾ ലിയൂഷി വേഗത്തിൽ അവിടെ എത്തി ടാൻ കിടക്കുന്ന മുറിക്കുള്ളിലേക്ക് കയറുന്നു. പ്രസവം നടക്കുന്നിടത്ത് ഒരു ആണിന് എന്താണ് കാര്യം എന്ന് പറഞ്ഞ് അവിടെ സഹായിക്കാനുണ്ടായിരുന്നവർ എതിർക്കാൻ തുടങ്ങിയപ്പോൾ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. അവളെ രക്ഷിക്കുകയാണ് പ്രധാനം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ശക്തി ടാൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. അല്പസമയത്തിനുള്ളിൽ ടാൻ കണ്ണു തുറക്കുന്നു. ഇനി പേടിക്കാനില്ല, സുഖപ്രസവം നടന്നുകൊള്ളും എന്ന് പറഞ്ഞ് അദ്ദേഹം മുറിക്ക് പുറത്ത് കടന്ന് ഷെങ്ങിനെടുത്തെത്തുന്നു. ഷെങ് നന്ദി പറഞ്ഞപ്പോൾ ഇതെൻ്റെ കടമയാണ്, നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴേക്കും അകത്തു നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയും രാജകുമാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ പുറത്ത് കൊണ്ടുവന്ന് ഷെങ്ങിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് ഷെങ് കുഞ്ഞിനെയും കൊണ്ട് ടാൻ്റെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട്. നീ പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ഷെങ് ചോദിച്ചപ്പോൾ ഞാൻ എത്രമാത്രം ബുക്കുകൾ തിരഞ്ഞെന്നറിയാമോ, നമുക്കിവന് യോയു എന്ന് പേരിടാമെന്ന് ടാൻ പറയുന്നു. ഷെങ്ങിനും പേര് ഇഷ്ടപ്പെടുന്നു. യു എന്ന് വിളിക്കാമെന്നും അവർ പറയുന്നു. ഷെങ് കുഞ്ഞിനെ ടാനെ ഏൽപ്പിച്ചിട്ട് പുറത്ത് കാത്തു നിൽക്കുകയായിരുന്ന ലിയൂഷിയുടെ അടുത്തെത്തുന്നു. കുട്ടിക്ക് ആയുസ് കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പ്രസവം സുഖമായി നടന്നത്. ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം ടാൻ്റെ ശരീരത്തിലുള്ള സോൾ സപ്രസിംഗ് ഓർബിൻ്റെ ശക്തിയാണ്. അവൾക്ക് അതിനെ നിയന്ത്രിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ടാനർ മാത്രമല്ല, അവളുടെ തൊട്ടടുത്തുള്ളവർക്കും ഓർബിൻ്റെ ശക്തി കൊണ്ട് അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന് പ്രതിരോധശേഷി കുറവായതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുഞ്ഞിനെ അടുത്തു നിന്ന് മാറ്റുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം ഷെങ്ങിനോട് പറയുന്നു. ടാന് സ്വന്തം കുഞ്ഞിനെ എടുക്കാനും മുൻവെക്കാൻ പോലും കഴിയില്ല എന്ന് ഷെങ് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും ആരോഗ്യത്തിന് അതാണ് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ 25ാമത് പിറന്നാളാവാൻ ഇനി 7 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ, ഞങ്ങൾക്ക് അധികം സമയം അവശേഷിക്കുന്നില്ല എന്ന് ഷെങ് പറയുന്നു. ആ കോൾഫേസ്മോ എന്ത് ട്രിക്കാണോ അപ്പോൾ പ്രയോഗിക്കാനിരിക്കുന്നത് എന്ന് ലിയൂഷിയെ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങപ്പോൾ പലതവണയായി ഈ പേര് പറയുന്നുണ്ടല്ലോ, ആരാണത്, അദ്ദേഹത്തിന് ഞാനുമായി എന്ത് ബന്ധമാണ് എന്ന് ഷെങ് ചോദിക്കുന്നു. സമയം വരുമ്പോൾ അതൊക്കെ നീ തനിയെ അറിഞ്ഞുകൊള്ളുമെന്ന് മാത്രമാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഷെങ്ങിൻ്റെ 25ാമത് പിറന്നാളിൻ്റെ തലേ ദിവസം ഷെങ് യോയുവിനെ രാജകൊട്ടാരത്തിൽ ഏൽപ്പിക്കാനായി കൊണ്ടുപോകുന്നു. ജിങ്ഷിൻ ടാൻ്റെ കൂടെ തന്നെ ഉണ്ട്. കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം പോലും എനിക്കില്ലല്ലോ, ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവനെ കാണാൻ പോലും കഴിയില്ലല്ലോ എന്നൊക്കെ ടാൻ സങ്കടത്തോടെ പറയുന്നത് കേട്ട് ഒന്നും സംഭവിക്കില്ല ടാൻ, നിങ്ങളുടെ ആയുസിന് വേണ്ടി ഞാനൊന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജംഗ്ഷൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്നുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, എൻ്റെ ആരോഗ്യം ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്, ഈ അവസാനം ഒരുപക്ഷെ മുമ്പേ തീരുമാനിച്ചിരിക്കുന്നതായിരിക്കും എന്ന് ടാൻ പറഞ്ഞപ്പോൾ ഞാൻ വർഷങ്ങളോളം കുമാരിയെയാണ് സേവിച്ചതെങ്കിലും നിന്നോടാണ് എനിക്ക് കൂടുതൽ അടുപ്പം തോന്നിയിട്ടുള്ളത്, നീ എൻ്റെ സ്വന്തം സഹോദരിയെ പോലെയാണ്, നീ പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ജിങ്ഷിൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊട്ടാരത്തിൽ പോയിരുന്ന ഷെങ് മടങ്ങിയെത്തുന്നു. അവൻ ടാൻ്റെ അടുത്ത് വന്നിരുന്ന് യോയുവിനെ ഞാൻ അച്ഛന് കൈമാറി, അവൻ കൊട്ടാരത്തിലുള്ളതെല്ലാം നോക്കുന്നത് കണ്ടപ്പോൾ അവൻ ഭാവിയിൽ ഒരുപാട് മഹത്തായ കാര്യങ്ങൾ ചെയ്യുമെന്ന് അച്ഛൻ പറഞ്ഞു. ഷുവാൻ അവനെ വളർത്താനുള്ള അവകാശത്തിന് വേണ്ടി അച്ഛനോട് വഴക്കുണ്ടാക്കിയെന്നും അവൻ പറയുന്നു. അവൻ്റെ കുട്ടികളെ തന്നെ ഇതുവരെ മാറിയിട്ടില്ല, പിന്നെ അല്ലേ എന്ന് ടാൻ പറയുന്നുണ്ട്. ടാൻ പെട്ടെന്ന് ജിങ്ഷിനെ അടുത്തേക്ക് വിളിപ്പിച്ചിട്ട് യോയുവിനെ മറ്റാരെയും ഏൽപ്പിച്ചാലും എനിക്ക് സമാധാനമാവില്ല, നീ തന്നെ അവനെ നോക്കിക്കൊള്ളണം, അവന് വേണ്ടി ഞാൻ ധാരാളം കുഞ്ഞുടുപ്പുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം നീ തന്നെ സൂക്ഷിച്ചോണം എന്ന് പറയുന്നു. അവൾ കരഞ്ഞുകൊണ്ട് സമ്മതിക്കുന്നുണ്ട്. കുമാരനെ സംരക്ഷിക്കാൻ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയെല്ലാം ചെയ്തോളാം എന്ന് യുഹാവോയും പറയുന്നു. ഇവിടെ യോയുവിനെ സംരക്ഷിക്കാൻ ധാരാളം പേരുണ്ട്, നീ സമാധാനമായിരിക്കാൻ ഷെങ് ടാനോട് പറയുന്നു. പെട്ടെന്ന് പുറത്ത് ശക്തമായ കാറ്റ് വീശുന്ന ശബ്ദം കേൾക്കുന്നതിനാൽ ജിങ്ഷിനോടും യുഹാവോയോടും പുറത്തേക്ക് പോയിക്കൊള്ളാൻ ഷെങ് പറയുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ അവൻ ടാനിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. രണ്ടുപേരും തങ്ങളെ മരണം ഏതു വിധത്തിലാണ് തേടി വരുന്നതെങ്കിലും നേരിടാൻ തയ്യാറായി തന്നെ ഇരിക്കുകയാണ്. ഈ ജന്മം എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് ടാൻ മനസ്സിൽ സ്വന്തം അച്ഛനോടും അമ്മയോടുമായി പറയുന്നുണ്ട്. രാജാവും ഷുവാനും രാജമാതാവുമെല്ലാം എന്തായിരിക്കും സംഭവിക്കുക എന്ന ആകാംക്ഷയിൽ ദുഃഖിച്ചിരിക്കുകയാണ്. ജിങ്ഷിനും യുഹാവോയും ഷെങ്ങിൻ്റെയും ടാൻ്റെയും മുറിക്ക് മുന്നിൽ തന്നെയുണ്ട്. പതിവില്ലാത്ത വിധം കാറ്റ് വീശി കുറേ സമയം കഴിഞ്ഞപ്പോൾ അവരുടെ മുറിയുടെ വാതിൽ തനിയെ തുറക്കുന്നത് കണ്ട് രണ്ടുപേരും വെപ്രാളത്തോടെ ഓടി അകത്തേക്ക് ചെന്ന് നോക്കുന്നു. അവിടെ ഒഴിഞ്ഞ കട്ടിൽ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ രണ്ടും എവിടേക്കാണ് പോയതെങ്കിലും ഞാൻ നിങ്ങളുടെ തിരിച്ചുവരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് ജിങ്ഷിൻ കരഞ്ഞുകൊണ്ട് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.